പീരുമേട് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയൊക്കെ മോശക്കാരാ, ദേവികുളത്ത് മോശക്കാരാ, ഉടുമ്പൻചോല മോശക്കാരാ. അവിടെ കൈപ്പറ്റി എല്ലാ കാര്യവും തോക്കുന്നത് സ്ഥാനാർത്ഥി മോശമായതുകൊണ്ടാണ്. അതൊക്കെ ഒരു പറയാൻ കൊണ്ടാകുന്ന കാര്യങ്ങളാണോ? തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവാലുവേഷൻ അതല്ലല്ലോ ആവശ്യം. ഇപ്പോൾ ലോകസഭയിലേക്ക് മത്സരിച്ചു, ഇവിടെ പലരും തോറ്റു, കൈപ്പറ്റിയല്ലേ തോറ്റത്. ആ ചിഹ്നങ്ങൾ ആരുടെ പേരിൽ നിൽക്കുന്നു എന്നെ ആസ്പദമാക്കിയിരിക്കും എന്നുള്ളതാണ് നേരത്തെ വിഷയം. മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് രണ്ടാമത് മത്സരിക്കുകയാണല്ലോ. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഒരു ഇടത് തരംഗം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഇല്ല എന്ന് വിലയിരുത്തപ്പെടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം LDF തരംഗം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു സ്ഥിതി കേരളത്തിൽ. ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്, തരംഗത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ എന്താ തരംഗത്തിന് കുഴപ്പം? ഏത് സാമൂഹിക ക്ഷേമ വിഷയങ്ങളിലാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിഷയമുള്ളത്? എവിടെയാണ് ഒരു ആക്ഷേപം ഉയർന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഉയർത്തിയ ആക്ഷേപം എന്താ? ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമായി ഉയർന്ന ആക്ഷേപം എന്താണ്? ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലും ഇടുക്കിയിലും എന്താണ് പുതിയ ആക്ഷേപം? ഇതെല്ലാം വെറുതെ ഇങ്ങനെ ഒരു സൃഷ്ടിയല്ലേ? അതിലൊന്നും ഭയപ്പെടുന്ന ജനങ്ങളല്ല. കഴിഞ്ഞ വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ മുന്നണിയുടെ ഭാഗമല്ലാതെ മാറ്റി നിർത്തിയ സന്ദർഭത്തിൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ച് മത്സരിച്ച തെരഞ്ഞെടുപ്പാണ്. അത് കുറേ കൂടി വൈകാരികമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗം. അന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്ത ജനം എന്നെ മാറ്റി നിർത്തേണ്ട എന്ത് കാര്യം ഇപ്പോൾ ഉണ്ടായി? അതിലും സ്വീകാര്യത വർദ്ധിച്ചു. കൂടുതൽ ആൾക്കാരുമായിട്ട് എനിക്ക് കുറേ കൂടി കണക്ഷൻസ് ഉണ്ടായി. അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടു. ഇടുക്കിയുടെ ഡെവലപ്മെൻറ്റ്സിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളും ചിലരില്ല. അതൊക്കെയല്ലേ ഞങ്ങൾ നടക്കൂട്ടുന്നത്. കഴിഞ്ഞ തവണ UDF വോട്ട് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ആദ്യം ഇത്തവണ എങ്ങനെയല്ല, ഈ അവസാന ഘട്ടത്തിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്ന സമയത്ത് അങ്ങ് UDFകാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ അവർക്ക് മനസ്സ് വിഷമിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അങ്ങയുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് UDF വോട്ടുകളെല്ലാം ഒറ്റയ്ക്ക് നിൽക്കും, അവർക്ക് തന്നെ കുത്തും, റോഷിക്ക് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞാനങ്ങനെ എൻ്റെ പരാമർശം നടത്തിയത് ഇവിടുത്തെ UDFും ഇവിടുത്തെ LDFൊക്കെ ഇവിടുത്തെ നല്ല മനുഷ്യരാണ്, അവരെ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഭാഗമൊന്നുമില്ല. UDFകാർക്ക് അങ്ങനെയാണോ കേരളത്തിലൊരു വോട്ട്? അങ്ങനെ വോട്ട് പാറ്റാൻ എവിടെയും കേരളത്തിലുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടുതൽ ആൾക്കാർ UDF പക്ഷത്തുള്ളവരും എനിക്ക് വോട്ട് ചെയ്യും. യാതൊരു സംശയം വേണ്ട. അത് എന്നും കിട്ടിയിട്ടുണ്ടല്ലോ. UDF LDF എന്ന വിശ്വസ്തരല്ല, ജനങ്ങളല്ലേ. അവരേത് പക്ഷത്തിരിക്കുന്നു? ഇവരിലെ തരംതിരിക്കുന്നത്. ആ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അവരാരൊക്കെയാണോ UDF എന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പൊതുസമൂഹത്തിലുള്ള വോട്ട് കിട്ടുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ബൂത്ത് ഏജന്റുമാരുടെയൊക്കെ ഒരു കണക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരു ഭൂരിപക്ഷം വർദ്ധിക്കും ഞാൻ പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലും വർദ്ധിക്കും. സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള സാഹചര്യം സംസ്ഥാനത്തിലും ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇടതുപക്ഷ ഗവൺമെൻറ് തുടർ ഗവൺമെൻറ് ഉണ്ടാവും. ഒരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നതാണല്ലോ പാലായിൽ ജയിക്കുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ. ഞാൻ തന്നെ പറഞ്ഞു പാലായിൽ പോകാൻ കഴിയാൻ പറ്റുള്ളൂ. പാലയിലേക്കൊണ്ടേക്ക് മാറ്റം ചെറുതാണ്. പാലയിലൊക്കെ എത്ര ആവേശപരമായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത്. പാലയൊക്കെ തിരിച്ചു പിടിക്കും. ഈ അവസാന സമയത്ത് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ജില്ലയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് UDF ബഫർ സോണൊക്കെ അവസാന സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പ്രകടന പത്രികയിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് അതൊന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടും ബഫർ സോണിൻ്റെ ഒക്കെ വിഷയം ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായെന്ന് കൃത്യമായി അറിയാവുന്ന ജനമാണ് ഇടുക്കിയിലുള്ളത്. ഞാനതിലേക്കൊന്നും പറയുന്നില്ല. അന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറുന്നതിനും മാറ്റുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും ഉള്ള നടപടി മാത്രമാണ് LDF ഗവൺമെൻറ് കാലത്തുണ്ടായത്. അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ജനവാസ കേന്ദ്രങ്ങളെയോ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയോ ഫോറസ്റ്റിനകത്ത് ഉള്ള സംരക്ഷണം അല്ലാതെ ഫോറസ്റ്റിന് വെളിയിലേക്ക് ജനവാസ കേന്ദ്രങ്ങളെ ബാധിക്കുന്ന ഒരു സ്ഥലത്തും ഒരു ബഫർ സോണും ഇല്ല. അതൊന്നും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ വളരെ വ്യക്തമായ നിലപാടുകളോട് തന്നെ പോകുന്ന LDFിൻ്റെ പ്രകടന പത്രിക തിരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ. ഇല്ല. എന്താ തിരുത്തേണ്ടത്? ഇല്ല. അതിനകത്ത് പറഞ്ഞല്ലോ, ആ പറയുന്ന വിഷയങ്ങൾ തെറ്റിദ്ധാരണാജനകമായി ചർച്ച ചെയ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ.